السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളോടുള്ള നമ്മുടെ ബാധ്യതകളെക്കുറിച്ചാണ് ഈ അവസരത്തിൽ എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു നമ്മെ സൃഷ്ടിച്ചത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തവനാണ്. അല്ലാഹു നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സർവകാര്യങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇഹലോകത്ത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നൽകിയതുപോലെ തന്നെ പരലോകത്തേക്കുള്ള ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള രക്ഷാമാർഗമായി അള്ളാഹു അവൻ്റെ കിതാബുകൾ അവതരിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ റസൂലുമാരെ, നബിമാരെ അയച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതെല്ലാം അള്ളാഹു റബ്ബുൽ ആലമീൻ ചെയ്തത് ഒരിക്കലും വെറുതെയല്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ഹക്കായിക്കൊണ്ടാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു വെറുതെ ഇങ്ങനെ പടച്ചു. കുറേ സൃഷ്ടികൾ ജീവിക്കുന്നു, കാലങ്ങൾ കഴിയുന്നു, ആളുകൾ മരിച്ചു പോകുന്നു, അടുത്ത തലമുറകൾ വരുന്നു. ഇതൊന്നും വെറുതെയല്ല. അള്ളാഹു പറഞ്ഞു, ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്. ആകാശങ്ങളും ഭൂമിയും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യപ്രകാരമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. തആല അമ്മാ യുശ്രികൂൻ. അള്ളാഹുവിൽ അവർ പങ്കുചേർക്കുന്നതിൽ നിന്നും അള്ളാഹു അത്യുന്നതനാകുന്നു. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാതില. ആകാശങ്ങളും ഭൂമിയും അതിനിടയിലുള്ളതും നാം സൃഷ്ടിച്ചത് വെറുതെയല്ല. ദാലിക ദന്നുൽ ലദീന കഫറു. ഇതൊക്കെ വെറുതെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല എന്ന് വിചാരിക്കുന്നത് സത്യനിഷേധികളാണ്. കാഫിറുകളുടെ ചില ഊഹങ്ങൾ മാത്രമാണത്. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ. കാഫിറുകൾക്ക്, സത്യനിഷേധികൾക്ക് നരകത്തിൽ നിന്നുള്ള ശിക്ഷയെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അവർക്ക് നാശം എന്ന് റബ്ബ് പറയുന്നു. സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഹക്കായിക്കൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. അതിൽപ്പെട്ടതാണ് അള്ളാഹു സൃഷ്ടിക്കുകയും നമുക്ക് നമ്മുടെ പരലോകത്തേക്കുള്ള യാത്രക്കിടയിൽ എങ്ങനെ നാം ജീവിക്കണം, എങ്ങനെയാണ് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുക എന്നതിന് രക്ഷാമാർഗമായി നബിമാരെ അയച്ചു, കിതാബുകൾ ഇറക്കിയെന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാരിലൂടെ, അള്ളാഹുവിൻ്റെ കിതാബുകളിലൂടെ അവൻ്റെ അടിമകളായ നമ്മോട് ചില കൽപ്പനകൾ കൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കൽപ്പനകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലൂടെ
അവൻ്റെ പ്രവാചകന്മാരുടെ നാവുകളിലൂടെ സമൂഹത്തിന് അഥവാ നമുക്ക് അനേകം കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചോദിച്ചതായി നമുക്ക് കാണാം, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. മനുഷ്യൻ വിചാരിച്ചു വച്ചിരിക്കുകയാണോ അവൻ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? അഥവാ ലാ യുഅ്മർ വലാ യുൻഹ, ഒന്നും കൽപ്പിക്കപ്പെടാതെ, ഒന്നും വിലക്കപ്പെടാതെ അങ്ങനെ വെറുതെ ജീവിതം കഴിഞ്ഞ് അങ്ങനെ പരലോകത്ത് എത്തിച്ചേരാം എന്നാണോ മനുഷ്യർ വിചാരിച്ചു വച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിച്ചതായി കാണാം. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, അള്ളാഹു ഒരിക്കലും നമ്മെ വെറുതെ അല്ല പടച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമുക്ക് മുകളിലുണ്ട്. അള്ളാഹു ഒരുപാട് കൽപ്പനകൾ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ആ കൽപ്പനകൾ നാം കേട്ടുകഴിഞ്ഞാൽ, നമ്മിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നു കിട്ടിക്കഴിഞ്ഞാൽ 7 കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാണ്. ആ കൽപ്പനകളോട് നാം എടുക്കേണ്ട സമീപനം അത് 7 കാര്യങ്ങളാണ്, 7 രൂപത്തിലാണ്. അത് നിർബന്ധമാണ്. അതിലൊന്നാമത്തേത്, സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വിശുദ്ധ ഖുർആനിൽ കണ്ടു, മതനിയമമായി നമ്മൾ കണ്ടു എങ്കിൽ അതിനെക്കുറിച്ച് നാം പഠിക്കണം. അൽ ഇൽമു ബിഹി എന്നതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹു ആത്യന്തികമായി ഓരോരുത്തരോടും കൽപ്പിച്ചത് തൗഹീദാണ്, അള്ളാഹുവിൻ്റെ ഏകത്വം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു എന്താണ് തൗഹീദ് എന്നുള്ളത്. ആ തൗഹീദാണ് ഒന്നാമത്തെ കൽപ്പന. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കരുത്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നും അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കരുത്. ഇതാണ് ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ കൽപ്പന. ഇത് കേട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം എന്താണ് തൗഹീദ് എന്നുള്ളത്. അള്ളാഹു അതോടൊപ്പം ഷിർക്ക് നമ്മോട് വിലക്കിയിരിക്കുന്നു. ആ ഷിർക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. തിന്മകളെക്കുറിച്ച് പൊതുവെ അത് തിന്മയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അറഫ്തു ശർറ ലാ ലിശ്ശർ, ഒരു കവി പറഞ്ഞതുപോലെ, ഷർറ്, തിന്മകൾ, അതിനെക്കുറിച്ച് ഞാൻ പഠിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ അത് തിന്മകളാണ് എന്ന ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. വിശദാംശങ്ങൾ പഠിക്കരുത്. എങ്ങനെയാണ് അത് ചെയ്യുക, എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്നത് പഠിക്കരുത്. അത് പഠിക്കേണ്ടതില്ല. അത് പഠിച്ചാൽ നശിച്ചുപോകും. അത് തിന്മയാണ് എന്ന് പഠിക്കണം. ഇത് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്ന് കിട്ടിയാൽ അതിനെക്കുറിച്ച് നമുക്ക് വിവരമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പണ്ഡിതന്മാർ ചോദിച്ചതുപോലെ, കൈഫ യത്തഖി മല്ല യദ്രി മാ യത്തഖി, എന്തിനാണ് സൂക്ഷിക്കേണ്ടത് എന്നൊരുവൻ അറിയില്ലെങ്കിൽ അവൻ എങ്ങനെയാണ് സൂക്ഷ്മത പാലിക്കുക? എന്താണ് തൗഹീദ് എന്നറിയാതെ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുക? എങ്ങനെയാണ് ഷിർക്കിൽ നിന്ന് മാറി നിൽക്കുക? എങ്ങനെയാണ് ഒരു കൽപ്പന വന്ന് കിട്ടിയാൽ അത് ചെയ്യണം എന്ന ബോധം നമുക്കുണ്ടാവുക? പഠിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും, അല്ല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, വിശുദ്ധ ഖുർആന് ഉടനീളം തൗഹീദാണ്, ആദ്യം മുതൽ അവസാനം വരെ. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ എടുത്തു നോക്കിയാൽ മുഴുവനും തൗഹീദാണ്. സൂറത്തുൽ ഫാത്തിഹ അതിൽ ആദ്യത്തെ ആയത്ത് തന്നെ എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. സർവ്വലോകങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. വേറൊരു സൃഷ്ടാവുമില്ല, ഒരു നിയന്താവുമില്ല, ഒരു അധികാരിയുമില്ല. അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. അവിടുന്ന് അങ്ങോട്ട് വന്ന് അവസാനത്തെ സൂറത്തെടുത്താൽ ഖുൽ, പറയുക, അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. മലിക്കിന്നാസ്, അവൻ ജനങ്ങളുടെ ഉടമസ്ഥനാണ്.
ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹാണവൻ. ബാക്കിയെല്ലാം പുറത്തുപോയി. ഒരാരാധ്യനും ഒരാരാധ്യ വസ്തുവും പിന്നെ അവിടെ ഇല്ല. അങ്ങനെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ മുഴുവനും തൗഹീദാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത് ആ രൂപത്തിൽ നമ്മെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ തന്നെ നോക്കൂ, ദിനേന 17 തവണ നമ്മൾ പാരായണം ചെയ്യണം ഫർദ് നിസ്കാരങ്ങളിൽ. ആവർത്തിച്ച് അള്ളാഹു നമ്മെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നു. അതുപോലെ ഈ പറഞ്ഞ സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ് ദിനേന പല തവണ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. തൗഹീദാണ്. അപ്പം അതാണ് ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ കൽപ്പന, നമ്മൾ പഠിക്കണം. ഇൽമ് നേടുക എന്നത് ഒന്നാമത്തെ കാര്യമാണ്. അതുണ്ടായാലേ നമുക്കത് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അറിവില്ലാതെ പ്രവർത്തിക്കുക എന്നത് ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. പഠിക്കാതെ പ്രവർത്തിക്കരുത്. ദീനിൻ്റെ ഒരു മസ്അല അതറിയാതെ സംസാരിക്കരുത്. ഒരാൾ അറിയാതെ പറഞ്ഞു, ശരിയായി പോയാൽ തന്നെ കുറ്റക്കാരനാണ്. അറിയാതെ പറഞ്ഞിട്ട് ശരിയായി പോയി ഭാഗ്യത്തിന്, എന്നാലും ആക്ഷേപാർഹമാണത്, പാടില്ല. പഠിക്കണം. ദീനിൻ്റെ ഓരോന്നും നമ്മൾ പഠിക്കണം, നിർബന്ധമാണത്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഒരുപാട് തവണ കേട്ട ഒരു ഹദീസാണിത്. ഇൽമ് നേടുക എന്നത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ്. പഠിക്കണം. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഇത് വളരെ എളുപ്പമാണ്, പഴയ കാലം പോലെയല്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ തൗഹീദ് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക. കാലങ്ങളായി നമ്മൾ തൗഹീദ് സ്വീകരിച്ച് തൗഹീദിൻ്റെ ആളുകളായി മുന്നോട്ട് പോകുന്നവരാണ്. അൽഹംദുലില്ലാ, അതിലായി അള്ളാഹു നമ്മെ മരിപ്പിക്കട്ടെ. തൗഹീദിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ചില ആയത്തുകൾ പറയാൻ പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്കത് പറയാൻ പറ്റും? അർത്ഥസഹിതം ഇന്ന സൂറത്തിലാണ്, ഇന്ന ഹദീസ്, ഇതാ ഇത്ര ഹദീസുകളുണ്ട് എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക. ആരെയും ഇകഴ്ത്താൻ വേണ്ടിയിട്ടോ പരിഹസിക്കാൻ വേണ്ടിയിട്ടോ ചോദിക്കുന്നതല്ല. നമ്മുടെ വിജ്ഞാനത്തിൻ്റെ നിലവാരം നമ്മൾ അളന്നു നോക്കണം. വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട്. ഞാനാ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം മക്കയിലുടനീളം തൗഹീദാണ് പ്രബോധനം ചെയ്തത്. മദീനയിലെത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവസാനിപ്പിച്ചില്ല. സൂറത്ത് മുഹമ്മദ് നമുക്കെല്ലാവർക്കും അറിയാം. അതിലെ 19-ാമത്തെ ആയത്ത് പലതവണ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ആയത്ത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നീ അറിയുക, നീ പഠിക്കുക, നീ മനസ്സിലാക്കുക. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഈ സൂറത്ത് മദീനയിലാണ് ഇറങ്ങിയത്. തൗഹീദുള്ള ആളുകൾക്കിടയിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. മക്കയിലല്ല ഇത് ഇറങ്ങിയത്, മദീനയിലാണ്. തൗഹീദൊക്കെ പഠിച്ച് ഏതാണ്ട് ഒരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ് അവർ. ഇസ്ലാമിക ഭരണമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭരണാധികാരിയാണ്, ധാരാളം മുസ്ലിമീങ്ങളുണ്ട്. എന്നിട്ടും അള്ളാഹു അത് പഠിക്കാൻ പറയാണ്. ആരോടാണ് ആദ്യത്തെ കൽപ്പന? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ആദ്യത്തെ കൽപ്പന. ഫഅലം എന്ന വാക്ക്, ആദ്യത്തെ കൽപ്പന അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് സുദീർഘമായ വിഷയമാണ്, നമ്മൾ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കണ്ടാൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ ഉൾക്കാഴ്ചയോടുകൂടി അത് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കൊരു വിഷയത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരാളും ബാഹ്യമായി എന്തെങ്കിലുമൊക്കെ കേട്ട് അങ്ങനെ അതിലേക്ക് എത്തിയ ഒരാളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾ തൗഹീദ് നന്നായി മനസ്സിലാക്കിയ ആളാണ് എങ്കിൽ അതിനനുസരിച്ച് അയാൾക്ക് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരാൾ നിസ്കാരത്തെക്കുറിച്ച് നന്നായി പഠിച്ചു എങ്കിൽ അയാൾക്ക് കൃത്യമായി തെറ്റാതെ ഖുശൂഅോടുകൂടി നിസ്കരിക്കാൻ പറ്റും. ഒരാൾക്ക് നിസ്കരിക്കാൻ അറിയാം,
നിസ്കാരം നിർബന്ധമുണ്ട് എന്നയാൾക്കറിയാം, അള്ളാഹു നിസ്കാരം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ അയാൾക്ക് അറിയുള്ളൂ. നിസ്കരിക്കേണ്ട രൂപവും പണ്ടേ കേട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ നിസ്കരിക്കുന്നതും പഠിച്ച ഒരാൾ നിസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാവും. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞു. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞു, ഖുൽ, പറയുക നബിയെ, ഹാദിഹി സബീലി, ഇതാകുന്നു എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? അലാ ബസീറത്തിൻ. എന്താണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ? ഉൾക്കാഴ്ച, അറിവ് എന്നാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴാണ് ഉൾക്കാഴ്ച? പഠിച്ചാലാണ്. ഒരാളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു പറഞ്ഞു. എങ്ങനെ ക്ഷണിക്കണം? അലാ ബസീറ, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. സഹോദരങ്ങളെ, ഏത് വിഷയം എടുത്താലും അതിനെക്കുറിച്ച് പഠിക്കണം. ഏത് കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിലും അതിനെക്കുറിച്ചുള്ള അറിവ്, ഇൽമ് നമ്മൾ നേടിയിരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പ്രഭാതത്തിൽ രാവിലെ സുബഹി നിസ്കാര ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഉപകാരപ്രദമായ വിജ്ഞാനവും വിശിഷ്ടമായ ഹലാലായ ഉപജീവനവും സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും ഹലാലായ ഉപജീവനവും ചോദിക്കുന്നതിന് മുന്നേ ആദ്യം ചോദിച്ചെന്താണ്? നാഫിയായ ഇൽമാണ്, ഉപകാരപ്രദമായ വിജ്ഞാനം. കാരണം അതുണ്ടെങ്കിലേ ഹലാല് ഹറാമ് വേർതിരിക്കാൻ സാധിക്കുകയുള്ളൂ. പഠിച്ചാൽ മാത്രമേ ഇന്നതാണ് ഹലാല്, ഇന്നതെനിക്ക് എടുക്കാം, എനിക്കിന്ന കച്ചവടം ചെയ്യാം, എൻ്റെ വരുമാനം ഈ രൂപത്തിൽ എനിക്ക് പറ്റും എന്നൊക്കെ ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ അയാൾ പഠിക്കണം. ഇന്നത് ഹറാമാണ്, എനിക്ക് പാടില്ലാത്തതാണ് എന്നൊരാൾക്ക് അറിയണമെങ്കിൽ അയാൾ പഠിക്കണം. അതുകൊണ്ടാണ് അത് ആദ്യം മുന്തിച്ചത്. എന്നിട്ട് റിസ്കിനെ കുറിച്ച് ചോദിച്ചു. എന്നിട്ടാണ് സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചത്. കാരണം പഠിച്ച് ഹലാലായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. വളരെ മഹത്തായ, അത് മാത്രം വിശദീകരിക്കേണ്ട പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞതിൻ്റെ ചുരുക്കം, അള്ളാഹു ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ അതിനെക്കുറിച്ച് പഠിക്കണം, പഠിക്കാതെ പ്രവർത്തിക്കരുത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൻ അബദ അല്ലാഹ ബിഗൈരി ഇൽമിൻ കാന മാ യുഫ്സിദു അക്സറ മിമ്മാ യുസ്ലിഹ്. ആരെങ്കിലും അറിവില്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അവൻ നന്മ വരുത്തുന്നതിനേക്കാൾ കൂടുതൽ കുഴപ്പമാണ് വരുത്തുക. കുറേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നോക്കൂ, ദുനിയാവിൽ ശിർക്കും ബിദ്അത്തും തോന്നിയവാസങ്ങളും ഹറാമുകളും ഒക്കെ ഉണ്ടായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അജ്ഞതയുടെ അടിസ്ഥാനത്തിലാണ്. ബിദ്അത്തുകാരനും ശിർക്ക് ചെയ്യുന്നവനും എന്തുകൊണ്ടാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് അതിൽ ഉറച്ചു നിൽക്കാൻ കാരണം? അജ്ഞതയാണ്, പഠിക്കാത്തത് കൊണ്ടാണ്. പഠിച്ചപ്പോഴാണ് മാറിയത്. നോക്കൂ നിങ്ങൾ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ തിന്മകളുടെ അങ്ങേ അറ്റത്തായിരുന്നു. അള്ളാഹുവിൻ്റെ വഹി വന്നിറങ്ങിയപ്പോൾ അത് പഠിച്ചു. എന്നിട്ടോ അവർ നന്മയുടെ ഇങ്ങേ അറ്റത്തെത്തി, ലോകത്തിൻ്റെ നേതാക്കന്മാരായി തീർന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഇത് ഒന്നാമതായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യം പഠിക്കണം, ഇൽമുണ്ടാവണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഷൈബാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ഏതുവരെയാണ് എഴുതുക ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഖ്ബറ വരെ, മരിക്കുന്നവരെ എഴുതും. മഖ്ബറ വരെ എൻ്റെ കയ്യിൽ പേന ഉണ്ടാകുമെന്നാണ്. അതുവരെ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും, ഇൽമ് നേടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് അള്ളാഹു എളുപ്പം നൽകിയിട്ടുണ്ട്.
ഇന്ന് നമ്മുടെ വിരൽ കൊണ്ടൊന്ന് അമർത്തിയാൽ ആള് സംസാരിക്കും, വിരലൊന്ന് അമർത്തിയാൽ മുപ്പര് മിണ്ടാതിരിക്കും. വിരൽ തുമ്പിലാണ് അറിവ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. പഴയ കാലത്ത് ഒരുപാട് സഞ്ചരിക്കണം ഒരു ഹദീസിനു വേണ്ടി. ഉലമാക്കളെ നേരിട്ട് കണ്ട് അവരടുത്ത് ഇരുന്ന് എന്നിട്ട് കേട്ട് പഠിച്ച് എഴുതിയെടുത്തിട്ട് തിരിച്ചു വരണം. ഇന്ന് നമുക്ക് ക്ലാസ് എന്ന് പറയുമ്പോൾ ആൾ ഇങ്ങോട്ട് വന്നിട്ട് ക്ലാസ് എടുത്ത് തരും. അതുകൊണ്ട് നമുക്ക് അത് തിരിയാത്തത്. പഴയ കാലത്ത് അങ്ങോട്ട് പോക്കാണ്. തൊലബുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വീട് വിട്ടിറങ്ങി പോവലാണ്, എന്നിട്ട് പഠിച്ചിട്ട് വരുത്താണ്. അത് ഉറപ്പുവരുത്താൻ വേണ്ടി മാസങ്ങളോളം സഞ്ചരിച്ച മുഹദ്ദിസുകളും ഉലമാക്കളും പഴയ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുദീർഘമായ വിഷയമാണിത്. ഒന്നാമത്തെ കാര്യം പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു നമ്മോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്ക് മഹബത്ത് ഉണ്ടായിരിക്കണം, പരിപൂർണമായ മനസംതൃപ്തി ഉണ്ടായിരിക്കണം. തൃപ്തി വേണം, അതിനോട് സ്നേഹം വേണം, അതിനോട് വെറുപ്പ് കാണിക്കരുത്. എന്തിപ്പോൾ അള്ളാഹു ഇത് കൽപ്പിച്ചത്, എന്തിനാണ് അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്ത് വന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവരുത്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് അനിഷ്ടം കാണിച്ചാൽ, കറാഹത്ത് കാണിച്ചാൽ, അള്ളാഹു കപടവിശ്വാസികളെക്കുറിച്ച്, മുനാഫിക്കുകളെക്കുറിച്ച് പറഞ്ഞു, ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ فَأَحْبَطَ أَعْمَالَهُمْ. അതെന്തെന്നാൽ അവർ അള്ളാഹു ഇറക്കിയതിനോട് വെറുപ്പ് കാണിക്കുകയുണ്ടായി. അങ്ങനെ അവരുടെ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ പൊളിഞ്ഞുപോയി. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു ഒരു കാര്യം അവതരിപ്പിച്ചാൽ അതിനോട് ഒരിക്കലും വെറുപ്പുണ്ടാവരുത്, മറിച്ച് അതിനോട് സ്നേഹമുണ്ടായിരിക്കണം. ആ വിഷയത്തിൽ നമ്മുടെ ഹൃദയം നാം നന്നാക്കിയിരിക്കണം. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഒരു അരയിഞ്ചിലാണോ ഇപ്പോൾ ഇസ്ലാമുള്ളത്? ഒരു നരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നതിലാണോ ഇസ്ലാമുള്ളത്? ഒരു ചെറിയ താടിയിലാണോ ഇപ്പോൾ ഇസ്ലാമുള്ളത്? അത് പഠിച്ചപ്പോൾ എന്തായി പോവും, ആകാശം പൊട്ടി പോവോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. ഇത്ര തീവ്രത വേണോ, ഇത്ര കടുപ്പം വേണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ അതിന് പരിപൂർണമായി കീഴൊതുങ്ങുക എന്നതാണ് സഹോദരങ്ങളെ നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരാൾ വെറുപ്പോടുകൂടി, അനിഷ്ടത്തോടുകൂടി അത് ചെയ്താൽ കൂടി അത് സ്വീകാര്യോഗ്യമല്ല. മനസ്സിൽ ഒരു തരിമ്പ് വെറുപ്പുണ്ടായാൽ അള്ളാഹു പറഞ്ഞത് ഫഅഹ്ബത അഅമാലഹും, അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു എന്നാണ്. എപ്പോഴാണ് ഒരാളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോവുക? അയാൾ നിഷേധിയായാലാണ്, കാഫിറായി പോയാലാണ്, അയാൾ മുശ്രിക്കായി പോയാലാണ് കർമ്മങ്ങൾ നിഷ്ഫലമായി പോവുക, കർമ്മങ്ങൾ തകർന്നു പോവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യത്തിൽ നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ നാം ശ്രദ്ധിക്കണം. ഒരു കൽപ്പന വന്ന് കിട്ടിയാൽ അതിനോട് ഹൃദയവിശാലത കാണിക്കണം, അതിനോട് സ്നേഹം കാണിക്കണം. അള്ളാഹുവിനോടുള്ള മഹബത്തിൽപ്പെട്ടതാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്തിൽപ്പെട്ടതാണ്, സ്നേഹത്തിൽപ്പെട്ടതാണത്. അള്ളാഹുവിൻ്റെ ശരീഅത്തിനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണത്. അതല്ലാതെ അതിന് വിരുദ്ധമായി ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഒരു വെറുപ്പ്, ഒരു അനിഷ്ടം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, മുഅ്മിനീങ്ങളായ അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ പ്രാർത്ഥിച്ചത്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബന, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയരുത്, ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം. എല്ലാം കേട്ടു, എല്ലാം മനസ്സിലാക്കി, എല്ലാം അറിയാം, പക്ഷേ മനസ്സ് പാളിപ്പോയാൽ, കാലിടറിപ്പോയാൽ, ചെറിയ വിഷയത്തിലേക്കായി പോകാം. ഇത്ര ആളുകളുണ്ട് ചെറിയ കാര്യത്തിൽ ചിലപ്പോൾ ദീനിന്ന് തെറിച്ചു പോകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞേക്കാം. നമ്മൾ ശ്രദ്ധിക്കണം. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവേ ഹിദായത്തിന് ശേഷം നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയല്ലേ എന്നാണ്. കാരണം ഖൽബ്, അതിനാ പേര് വരാൻ തന്നെ കാരണം എന്താണ്? ഖൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഖല്ലബ യുഖല്ലിബു എന്ന് പറഞ്ഞാൽ മാറി മറിയുക എന്നാണ്. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും ഒരേ അവസ്ഥയിൽ നിൽക്കാത്തത്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് മാറുമ്പോൾ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന അവസ്ഥയിൽ അള്ളാഹുവെ എത്തിക്കരുതേ എന്നാണ്
മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം ആ വിഷയത്തിൽ വിശാലമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് പഠിക്കുകയും അതിനോട് മഹബ്ബത്ത് കാണിക്കുകയും വേണം. ഇഷ്ടമുണ്ടായിരിക്കണം. തൗഹീദ്, അതാണ് ഒന്നാമത്തെ കാര്യം. ആവർത്തിച്ചു പറയുന്നത് നമ്മുടെ മനസ്സിനെ തുറക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോട് നമുക്ക് സ്നേഹം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. നിസ്കാരം രണ്ടാമത്തെ കാര്യമാണ്, ദീനിന്റെ തൂണാണത്. അതിനോട് നമുക്ക് മഹബ്ബത്ത് വേണം, നമുക്ക് ഇഷ്ടം വേണം, എന്നാലേ നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ബാങ്ക് വിളി കേൾക്കും, ഇതുവഴി കേൾക്കും, അതോടെ പുറത്തു പോകും, മസ്ജിദിലേക്ക് എത്താൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയെങ്കിലും പണിപ്പെട്ട് കഷ്ടപ്പെട്ട് തലകുത്തി പറഞ്ഞാൽ ഞാൻ നിസ്കരിച്ചോ ചോദിച്ചോ നിസ്കരിച്ചു, അതുകൊണ്ട് കാര്യമില്ല. ബാങ്ക് വിളി കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകണം, പറയാനൊക്കെ വളരെ എളുപ്പമാണ്. ബാങ്ക് വിളി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിലെ ഒരു നിയമം കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, അതിനോട് സ്നേഹത്തോടെ അതിനെ അഭിമുഖീകരിക്കാൻ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ അൽ അസ്മു അലൽ ഫിഅൽ, അത് പ്രവർത്തിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ പദവി എന്നത് നിർബന്ധമാണ് എന്നാണ്. അപ്പം അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് പഠിക്കണം, എന്നിട്ട് അതിനോട് സ്നേഹം കാണിക്കണം, അഥവാ താല്പര്യം കാണിക്കണം, ഇഷ്ടം കാണിക്കണം, എന്നിട്ടത് ചെയ്യണമെന്ന് മനസ്സിൽ കരുതണം. ഒരു കാര്യം കേട്ടിട്ട് അത് കേൾക്കുന്നതിന് എന്തിനാണ്? ചെയ്യാതിരിക്കാനാണ്. എന്ന അവസ്ഥ ഉണ്ടാവരുത്. കേൾക്കുന്നത് തന്നെ അല്ലെങ്കിൽ പഠിക്കുന്നത് തന്നെ ചെയ്യാതിരിക്കാനാവരുത്. മറിച്ച് അത് ചെയ്യാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ മനസ്സിൻ്റെ ദൃഢത അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ചെയ്യും എന്നതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അല്ല, അതൊന്നും എനിക്ക് പറഞ്ഞല്ല, എനിക്ക് ബാധകമല്ല, അങ്ങനെയല്ല. അത് ചെയ്യും എന്ന ഒരു നിശ്ചയദാർഢ്യം മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, അള്ളാഹുവേ ഈ ദീനിൽ സബാത്തിനെ, സ്ഥിരതയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വൽ അസീമത അല റുഷ്ദ്, അതാണ് നമ്മുടെ വിഷയവുമായി ഇതുമായി ബന്ധപ്പെട്ട ഭാഗം. വൽ അസീമത അല റുഷ്ദ്, അഥവാ ദീനിലെ നന്മകൾ, നിന്റെ കൽപ്പനകൾ അത് പാലിക്കാനുള്ള നിശ്ചയദാർഢ്യം അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വാങ്ങിയതാണത്. ചെയ്യാനുള്ള ഒരു ചിന്ത തന്നെ മനസ്സിലുണ്ടാവുക എന്നുള്ളത്, അത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് നാം പാലിക്കേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം അൽ അമൽ, അത് പ്രവർത്തിക്കണം. അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പഠിക്കുക, സ്നേഹമുണ്ടാവുക, ചെയ്യണമെന്ന് ഉറപ്പിക്കുക, എന്നിട്ട് ചെയ്യുക. അൽ അമൽ. കാരണം ഇൽമ്, അറിവ് എന്നത് അതിൻ്റെ താല്പര്യം അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അറിവ് വെറുതെ പഠിച്ചു വെക്കാനുള്ളതല്ല, മറിച്ച് അറിവ് അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേഗത്തിൽ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. വേഗത്തിൽ, പതുക്കെ, സാവധാനം, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവുമ്പോൾ ചെയ്താൽ മതി എന്നല്ല പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു വസാരിഉ, നിങ്ങൾ വേഗത്തിൽ കുതിച്ചു ചെല്ലുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്. മെല്ലെ നടന്നു പോകാനല്ല പറഞ്ഞത്, വേഗത്തിൽ പോകാനാണ് പറഞ്ഞത്. വേഗത്തിൽ കുതിച്ചു ചെല്ലാനാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറൂ ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, രാത്രിയുടെ ഇരുട്ട് കട്ട പിടിച്ചതുപോലെയുള്ള ഫിത്നകൾ ഉണ്ടായാൽ, കുഴപ്പങ്ങളുടെ കാലത്ത് നിങ്ങൾ
കർമ്മങ്ങളുമായി മുന്നേറുക, പ്രവർത്തിക്കുക, ധാരാളമായി സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക. അതുപോലെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രവർത്തനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ഇലാ വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് തെളിവുകൾ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. വേഗത്തിൽ ചെയ്യാനാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൗഫ എന്നൊരവസ്ഥ ഉണ്ടാവരുത്. എന്താണ് സൗഫ എന്ന് പറഞ്ഞാൽ? പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്നൊരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാവരുത്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. കാരണം സൗഫ എന്ന് പറഞ്ഞ് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടിയാൽ ചിലപ്പോൾ അത് ചെയ്യാൻ നമ്മൾ ബാക്കി ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഒരു ചെറുകഥ എന്ന് പറഞ്ഞ് പറയപ്പെട്ട ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വരിയേ ഉള്ളൂ. അത് കാല, ഒരാൾ പറഞ്ഞു, സഅതൂബു ഗദൻ, ഞാൻ നാളെ തൗബ ചെയ്തോളാം. നാമ വലം യസ്തൈഖിൻ, അവൻ ഉറങ്ങി, പിന്നീട് എഴുന്നേറ്റില്ല. ചെറിയൊരു കഥയാണ്, ഒരു വരിയേ ഉള്ളത്. നാളെ ചെയ്യാമെന്ന് പറഞ്ഞു, നാളെ നന്നാവാമെന്ന് പറഞ്ഞു, തൗബ ചെയ്യാമെന്ന് പറഞ്ഞു, ഉറങ്ങി, പിന്നെ എഴുന്നേറ്റില്ല. എത്ര സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്. പിന്നെ നന്നാവാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടി വെച്ചിട്ട് അവസാനം ചെയ്യാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവുക. നമുക്കെല്ലാവർക്കും അതുണ്ടാവും. വലിയ ആവേശത്തിൽ നമ്മൾ വിചാരിക്കും വീട്ടിൽ പോയിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ, നടക്കൂല. വീട്ടിലെത്തിയാൽ ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരാൾ തീരുമാനിച്ച് വീട്ടിലേക്ക് പോകരുത് എന്നല്ല, പക്ഷേ പലപ്പോഴും സാധിക്കാറില്ല. ഒരാൾക്ക് അങ്ങനെ സാധിക്കുകയില്ല എന്നാണെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കലാണ് നല്ലത്. തീർത്തും ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത് നിസ്കരിക്കുന്നതാണ്. സുന്നത്ത് പൊതുവെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് എന്ത് ഉത്തമം. ഒരാൾ വീട്ടിൽ പോയി നിസ്കരിക്കും എന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല എങ്കിൽ അയാൾക്ക് പള്ളിയിൽ നിസ്കരിക്കലാണ് ഉത്തമം. സാന്ദർഭിക ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ഏത് കാര്യത്തിലും സഹോദരങ്ങളെ അത് വേഗത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്നത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നോക്കൂ, പഠിച്ചിട്ടത് പ്രവർത്തിക്കാതിരിക്കുക എന്നത് യഹൂദികളുടെ സ്വഭാവമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. പഠിച്ചു, അറിഞ്ഞു, മനസ്സിലാക്കി, പക്ഷേ പ്രവർത്തിച്ചില്ല. അള്ളാഹു പറഞ്ഞില്ലേ, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കറിയാം, അവരുടെ മക്കളെ അറിയുന്നത് പോലെ അവർക്കറിയാം. എന്താണ് മക്കളെ അറിയുന്നത് പോലെ അറിയാമെന്ന് പറഞ്ഞാൽ? അത്രയും ഏതാൾക്കൂട്ടത്തിൽ വെച്ച് ഒരാൾക്ക് തൻ്റെ മകനെ, തൻ്റെ മകളെ തിരിച്ചറിയാൻ സാധിക്കും എന്നതുപോലെ അതിനേക്കാൾ നന്നായി അവർക്ക് യഹൂദികൾക്കറിയാം ഈ വന്നത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അള്ളാഹു തൗറാത്തിലും ഇഞ്ചീലിലും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വന്നപ്പോൾ അവർ സ്വീകരിച്ചില്ല, അവിടുത്തെ റിസാലത്ത് അവർ അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ഈ കാര്യം ഈ ഉമ്മത്തിനും ബാധകമാണ്, നമുക്കും അത് ബാധകമാണ്. ഒരാൾ നമ്മൾ പഠിച്ചു, പക്ഷെ അത് പ്രവർത്തനത്തിൽ കൊണ്ടുവന്നില്ല എങ്കിൽ യഹൂദികളോടാണ് സാദൃശ്യം എന്ന് മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ഫസദ മിൻ ഉലമാഇന ഫഫീഹി ശബഹും മിനൽ യഹൂദ്. നമ്മുടെ കൂട്ടത്തിൽ ഒരു ആലിം വഴിപിഴച്ചു പോയാൽ അയാൾക്ക് യഹൂദികളോടാണ് സാദൃശ്യം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വമൻ ഫസദ മിൻ ഉബ്ബാദിന ഫഫീഹി ശബഹും മിനൻ നസാറ. നമ്മുടെ കൂട്ടത്തിൽ നല്ല ഒരു ആബിദായ മനുഷ്യൻ, നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ, അയാൾ തെറ്റിപ്പോയാൽ അയാൾക്ക് നസാറാക്കളോടാണ് സാദൃശ്യം. കാരണം യഹൂദികൾ അറിഞ്ഞു പക്ഷെ പ്രവർത്തിച്ചില്ല.
അത് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്കും ബാധകമാണ്. അറിയാം പക്ഷെ ചെയ്തില്ല എങ്കിൽ യഹൂദരോടാണ് അവർക്ക് സാദൃശ്യം. ഇനി ഒരാൾ പഠിച്ചില്ല പക്ഷെ ധാരാളമായി ചെയ്യും. പുറമേന്ന് ഒരാൾ നോക്കിയാൽ നല്ല ആബിദായിരിക്കും, എപ്പോഴും ദിക്റിലായിരിക്കും, എപ്പോഴും നിസ്കാരത്തിലായിരിക്കും, എപ്പോഴും സ്വലാത്തിലായിരിക്കും, എപ്പോഴും ഇബാദത്തിലായിരിക്കും. എന്നാൽ പരിശോധിച്ച് നോക്കിയാലോ ദീനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. കുറേ ചെയ്യുന്നുണ്ടാവും, നല്ലതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യൽ തന്നെ. അത് യഥാർത്ഥത്തിൽ നസാറാക്കളോടാണ് അയാൾക്ക് സാദൃശ്യം, അങ്ങനെയുള്ള ആളുകൾക്ക് സാദൃശ്യം. എന്തുകൊണ്ടാണ്? നസാറാക്കൾ വിവരമില്ലാതെ പലതും ചെയ്തു കൂട്ടും. അതാണ് അള്ളാഹു പറഞ്ഞത് റഹ്ബാനിയതൻ ഇബ്തദഊഹ മാ കതബ്നാ അലൈഹിം ഇല്ലാ ഇബ്തിഗാഅ റിദ്വാനില്ലാഹ് ഫമാ റഅൗഹാ ഹഖ റിആയതിഹാ. അവർ ബ്രഹ്മചര്യം ഈ ദീനിലേക്ക് കടത്തിക്കൂട്ടി. ബിദ്അത്ത് എന്ന വാക്കാണ് അള്ളാഹു പ്രയോഗിച്ചത്. വിവാഹം ചെയ്യാതിരിക്കുക എന്നത് ഈ ദീനിലേക്ക് അവർ കടത്തിക്കൂട്ടിയ പുത്തൻ വാദമാണ്. എന്തിനാണ് അവർ അത് ചെയ്തത്? അവർ ചെയ്തത് അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചിട്ടാണ്. അള്ളാഹു പറയുന്നു മാ കതബ്നാ അലൈഹിം, നമ്മൾ അവർക്കത് രേഖപ്പെടുത്തിയിട്ടില്ല, നാം അവർക്കത് നിർബന്ധമാക്കിയതല്ല, അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്താണ്. എന്നാലോ അതവർക്ക് പാലിക്കാനൊട്ട് സാധിച്ചിട്ടുമില്ല. ഇതാണ് നസാറാക്കളുടെ പൊതു സ്വഭാവം. ഒരുപാട് ചെയ്യും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് സഹോദരങ്ങളെ ഹക്കുള്ളത്. അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ, അവർ പഠിച്ച് പ്രാവർത്തികമാക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ആയത്ത് അള്ളാഹു നമ്മെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവെ, നേരായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണേ. ഏതാണ് ആ നേരായ പാത? നിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ പാതയാണ്, മാർഗമാണ്. ആരാണവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാർ, സിദ്ദീഖുമാർ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, ഇവരൊക്കെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയ ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കുന്നവരാണ്. അവർ കൃത്യമായി പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവെ, കോപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ. ആരാണ് കോപിക്കപ്പെട്ടവർ? യഹൂദികളും അവരെ പോലെയുള്ളവരും. എന്താണ് അവർക്കുള്ള പ്രശ്നം? തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞതാണ്. അള്ളാഹു ശുദ്ധ ഖുർആനിൽ അറിയിച്ച കാര്യമാണ്. അവർ അറിഞ്ഞു പക്ഷെ അത് ചെയ്തില്ല. വലദ്ദാല്ലീൻ, വഴികേടിലായിപ്പോയ ആളുകളുടെ കൂട്ടത്തിലും അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ. എന്താണ് അവരുടെ പ്രശ്നം? അവർ പഠിച്ചില്ല പക്ഷേ അറിഞ്ഞില്ല, ഒരുപാട് ചെയ്യും. അവർ ഒരറിവുമില്ലാതെ ധാരാളം പ്രവർത്തിക്കുന്നവരാണ്. ഈ കൂട്ടത്തിൽ, ഈ രണ്ട് കൂട്ടത്തിലും അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ് അമലാക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പന വന്ന് കിട്ടിയാൽ അത് പ്രവർത്തിക്കണമെന്ന് മനസ്സിൽ നിശ്ചയദാർഢ്യം കാണിക്കുന്നതോടൊപ്പം അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം, ചെയ്യണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം ഏതൊരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അത് അദ്ദേഹം ഒരു തവണയെങ്കിലും പ്രവർത്തിക്കും. അദ്ദേഹം ഒരു ഹദീസ് അത് എഴുതി കഴിഞ്ഞാൽ, അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഹദീസ് അമലാക്കും. നമ്മൾ എത്ര ആയത്തുകൾ, എത്ര ഹദീസുകൾ കേട്ടുപോയി, എത്ര ഹദീസുകൾ നമ്മൾ പഠിച്ചു, എത്ര എണ്ണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുണ്ട് പരിശോധിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ദിക്റുകളുടെ കാര്യമെങ്കിലും നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ഒരു ദിവസം ചൊല്ലേണ്ട പരിപൂർണമായ ദിക്റുകൾ നമ്മൾ എത്ര പേർ അത് പൂർത്തീകരിക്കുന്നുണ്ട്? സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ എത്ര പേർ പൂർത്തീകരിക്കുന്നുണ്ട്? ചെറിയ നിർബന്ധമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ അറിയുന്നത്, പഠിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇൽമ് അമലാക്കുക എന്നത് വലിയ കാര്യമാണ്. അതാണ് ഇൽമിൻ്റെ താല്പര്യം. അതല്ലെങ്കിൽ നമ്മൾ പഠിച്ച അറിവ് അത് നമുക്കെതിരായിത്തീരും. എല്ലാം അറിയാം പക്ഷേ
പ്രവൃത്തിയിലില്ല എങ്കിൽ നാം ശിക്ഷിക്കപ്പെടും, അറിഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അതിനോട് നാം പാലിക്കേണ്ട നാലാമത്തെ ബാധ്യതയിൽപ്പെട്ടതാണത് അമലാക്കുക എന്നുള്ളത്, പ്രവർത്തിക്കുക എന്നുള്ളത്. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈ പറഞ്ഞ പ്രവർത്തനം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഒരു അമൽ, ഒരു കൽപ്പന, അത് പാലിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നിട്ടത് ചെയ്യാൻ പാടുള്ളൂ. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്നാമത്തേത്, അത് ഖാലിസായിരിക്കണം, ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. രണ്ടാമത്തേത് സവാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കണം. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചു എന്ന് വിചാരിക്കുക, അത് ഇഖ്ലാസോടുകൂടി കറ കളഞ്ഞ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു അല്ലാത്ത ഒരാളെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. അത് നേർക്ക് നേരെ അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുക എന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഇനി നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന രൂപത്തിൽ ചെയ്തു തുടങ്ങിയിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ രൂപത്തിൽ നിയ്യത്ത് മാറിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതാണ് ഖാലിസൻ എന്ന് പറഞ്ഞാൽ. ഇഖ്ലാസ് എന്നതിന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കാലികളുടെ അകിടിൽ നിന്നും വരുന്ന പാലിനെയാണ് ഉദാഹരണം പറഞ്ഞത്. അതിൻ്റെ വയറ്, അതിൻ്റെ ഉദരം, അതിനകത്ത് രക്തമുണ്ട്, അതിൻ്റെ വിസർജ്യമുണ്ട്. അതിനിടയിൽ നിന്നാണ് പാല് പുറത്തേക്ക് വരുന്നത്. ആ പാലിലാകട്ടെ രക്തത്തിൻ്റെ ഒരു തുള്ളിയില്ല, ആ പാലിലാകട്ടെ വിസർജ്യത്തിൻ്റെ ഒരു തുള്ളിയില്ല, അതിൻ്റെ ഒരു മണമോ രുചിയോ ഒന്നുമില്ല. പിന്നെയോ സംശുദ്ധമായ തൂവെള്ള നിറത്തിലുള്ള പാലാണ് പുറത്തേക്ക് വരുന്നത്. ഇതാണ് ഇഖ്ലാസ്. ലബനൻ ഖാലിസൻ എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. പണ്ഡിതന്മാർ അതാണ് ഇഖ്ലാസിന് ഉദാഹരണമായി എടുത്തു പറഞ്ഞത്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ അമൽ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ശിർക്കിൽ നിന്നും, ലോകമാന്യതയിൽ നിന്നും, ആളുകളുടെ പുകഴ്ത്തൽ, പ്രശംസ, അത് ആഗ്രഹിക്കുന്നതിൽ നിന്നും, എല്ലാറ്റിൽ നിന്നും മുക്തമായിരിക്കണം നമ്മുടെ ഒരു പ്രവർത്തനം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇഖ്ലാസ് അത് ചോർന്നു പോയാൽ സഹോദരങ്ങളെ, നമ്മുടെ അമൽ പൊളിഞ്ഞുപോയി. അള്ളാഹുവിന് നമ്മുടെ അമൽ വേണ്ട എന്നാണ് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ ശിർക്കിൽ നിന്നും ഞാൻ ധന്യനാണ്. മൻ അമില അമലൻ, ഒരാൾ ഒരു പ്രവർത്തനം പ്രവർത്തിച്ചു, അശ്റക മഅയ ഫീഹി ഗൈരി, ആ പ്രവർത്തനത്തിൽ ഞാനല്ലാത്ത മറ്റൊരാളെ അവൻ പങ്കാളിയാക്കി, എനിക്ക് വേണ്ടിയിട്ടല്ല അവൻ ചെയ്തത്, എന്നോടൊപ്പം മറ്റു വല്ലവരെയും അവരെന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. തറക്തുഹു വശിർക്കഹു, അള്ളാഹു പറയുന്നു, അവനെയും അവൻ്റെ ഷിർക്കിനെയും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഷിർക്കിൽ അകപ്പെട്ട ഒരു പ്രവർത്തനവും വേണ്ട, അത് ചെയ്ത ആളെയും വേണ്ട. അള്ളാഹുവിന് നമ്മിൽ നിന്നും ആവശ്യമായിട്ടുള്ളത് കറകളഞ്ഞ ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനമാണ്. ഇഖ്ലാസിന് വിരുദ്ധമായ ഷിർക്കിൻ്റെ ലാഞ്ചന നമ്മുടെ പ്രവർത്തനത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മെയും നമ്മുടെ പ്രവർത്തനത്തെയും ഒഴിവാക്കിയിരിക്കും. ഷിർക്ക് വലുതുണ്ട്, ചെറുതുണ്ട്. അതാണ് ഈ പറഞ്ഞത്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക എന്നതാണ് വലിയ ഷിർക്ക്. അതിൽ നിന്ന് രക്ഷപ്പെട്ടാലും സഹോദരങ്ങളെ, ചെറിയ ഷിർക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കറുത്ത ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ കയറിക്കൊണ്ടിരിക്കും. എപ്പോഴും നമ്മുടെ നിയ്യത്ത് ശരിയാക്കേണ്ടതുണ്ട്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, എൻ്റെ നിയ്യത്തിനെ ഞാൻ ചികിത്സിച്ചതുപോലെ മറ്റൊന്നിനെയും ഞാൻ ചികിത്സിച്ചിട്ടില്ല. നിയ്യത്ത് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകും. ആളുകൾ കാണട്ടെ, അല്ലെങ്കിൽ ആളുകൾ പുകഴ്ത്തട്ടെ, ആളുകൾ നല്ലത് വിചാരിക്കട്ടെ എന്നൊക്കെയുള്ള ചിന്തകൾ സഹോദരങ്ങളെ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് റിയാഇനെ
റിയാഇന് സഹാബത്ത് നിർവചനം പറഞ്ഞ എന്താണ്? ഒരാൾ നിസ്കരിക്കുന്നു, അയാളുടെ നിസ്കാരത്തിലേക്ക് മറ്റൊരാൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ അയാൾ ഭംഗി കൂട്ടലാണ് റിയാ. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതാണ്. നമ്മൾ ഒറ്റക്കായിരിക്കും, നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിക്കും. ചിലപ്പോൾ തൊട്ടടുത്ത് ആരെങ്കിലും വന്നിരുന്നാൽ ലൂസായ കൈയുണ്ട് നമ്മളൊന്ന് അമർത്തി പിടിക്കൽ പ്രശ്നമാണ്. അത് സഹോദരങ്ങളെ റിയാ ആണത്. കാരണം തൊട്ടു മുന്നേ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് കൈകെട്ടിയത്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ അവനെ കണ്ടാൽ ആ കെട്ടൊന്നും ഉഷാറാക്കേണ്ടതില്ല. ഇതാണ് ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെയാണ് റിയാ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞാണ്, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞതാണ്. സ്വഹാബിമാരുടെ കാര്യത്തിൽ അവിടുന്ന് ഭയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ഈ കാലത്ത് നമ്മൾ എത്ര കണ്ട് പേടിക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇഖ്ലാസ് ഉള്ളതായിരിക്കണം നമ്മുടെ പ്രവർത്തനം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന അമലുകളിൽ ഒന്നാമതായി അത് ഇഖ്ലാസ് ഉള്ളതായിരിക്കണം എന്നതാണ് പറഞ്ഞു വന്നത്. അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം, അത് സവാബായിരിക്കണം. അഥവാ ശരിയോടടുത്തത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന അത് ആദ്യം കേട്ടതാരാണ്? ആദ്യം കേട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതുകൊണ്ട് തന്നെ ആ കൽപ്പന എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ കാണിച്ചു തന്നതുപോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നിസ്കാരത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞ എന്താണ്? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തക്ബീർ മുതൽ തസ്ലീം വരെ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അവിടുന്ന് ഓരോ ചുവട് വെച്ചതും സഹാബത്ത് ഒപ്പിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഹജ്ജിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, ദാ നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചുകൊള്ളുക. ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം പഠിപ്പിച്ച് തന്നിട്ടാണ് അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് മഹാനായ സഹാബി അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു പക്ഷിയുടെ ചിറകിൽ വല്ല ഇൽമും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുവരെ പഠിപ്പിച്ചു തന്നിട്ടാണ് പോയത്. ഒന്നും ബാക്കി വെച്ചിട്ടില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു നന്മയുണ്ടോ അത് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് അകറ്റുന്ന ഏതൊരു തിന്മയുണ്ടോ അതിൽ നിന്ന് അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇഖ്ലാസ് ഉള്ളതായിരിക്കണം, ഇത്തിബാ ഉള്ളതായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചതായിരിക്കണം. ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ട്, നല്ല ഇഖ്ലാസ് ഉണ്ട്, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിനെതിരാണെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇഖ്ലാസ് ഇല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ഇഖ്ലാസ് ഉണ്ടായിട്ടും കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതൊന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ, ആരെങ്കിലും ഇസ്ലാമിൽ വല്ല ബിദ്അത്തും പുതുതായി ഉണ്ടാക്കിയാൽ, പുതിയൊരു കാര്യം ദീനിലേക്ക് കടത്തിക്കൂട്ടി, എന്നിട്ട് യറാഹ ഹസന, അത് നല്ലതല്ലേ എന്ന് അഭിപ്രായപ്പെട്ടു, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അവൻ വാദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടുന്ന് പഠിപ്പിക്കാത്തൊരു നന്മയുമില്ല. ആരൊക്കെ നല്ലതല്ലേ എന്ന് ചോദിച്ചാലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അവിടുന്ന് ചെയ്യാത്ത ഒരു നന്മ പിൽക്കാലത്തുണ്ടാവുകയില്ല. എന്തെങ്കിലും ഒരു അടിസ്ഥാനം ദീനിലുണ്ടാകും. അവിടുന്ന് പഠിപ്പിച്ച, അവിടുന്ന് സമ്മതിച്ച, അവിടുത്തെ ഈ ശരീഅത്തിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു നന്മ ഈ ദീനിലില്ല. പല ആളുകളും ഖുർആൻ ക്രോഡീകരിച്ചത് ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ ഖുർആൻ ഇല്ലല്ലോ, മുസഹഫ് ഇല്ലല്ലോ, അത് പുതിയതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ശുദ്ധ ഖുർആനിൽ ആയത്തുകളുണ്ട്, അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, സഹാബികൾ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് അസ്ലാണ്, അടിസ്ഥാനമാണത്. പിൽക്കാലത്ത് അതൊക്കെ കൂടി പേപ്പർ രൂപത്തിലാക്കുക എന്നുള്ളത് ഒരിക്കലും പുതിയ ഒരു കാര്യം ചെയ്തതല്ല. ഖുർആൻ പണ്ടേ ഉള്ളല്ലേ? ഉണ്ട്. എഴുതി വെക്കുക എന്നുള്ളത് പുതിയതാണോ? അല്ല, ആദ്യം ഉള്ളതാണ്. ക്രോഡീകരിച്ച് വെക്കുക എന്നുള്ളത് അതും പണ്ടേ ഉള്ളതാണ്. പിന്നെ 2 ചട്ടക്കുള്ളിലാക്കി മുസ്ഹഫ് രൂപത്തിൽ ഇങ്ങനെ മറിച്ച് അത് ഓർഡറിലാക്കി എന്നത് മാത്രമാണ് സ്വഹാബത്ത് ചെയ്തത്. അത് ആദ്യമേ ഉള്ള ഒരു അസലിൽ നിന്നാണ് അത് വന്നത്, അല്ല പുതിയത് അവർ കണ്ടുപിടിച്ചതല്ല. ഞാൻ ചോദിക്കട്ടെ, മൗലിദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരക്ക കൊടുത്തിട്ട് ഇതാ ഇന്ന് എൻ്റെ മൗലിദാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മന്തിയോ അൽഫാമോ ഷവായോ എന്തും കൊടുക്കാം. ഇന്നത്തെ ഏറ്റവും ടോപ്പ് ഭക്ഷണം കൊടുക്കാം. ഒരു കാരക്ക കൊടുത്താൽ മതി. വേണ്ട ഒരു ഇറക്ക് വെള്ളമാണ് കൊടുത്തെന്ന് വിചാരിക്കാം, നമുക്ക് എന്തും കൊടുക്കാം. ഇതാണ് അസല്, ഇതാണ് അടിസ്ഥാനം. ഇങ്ങനെ പലതും ആളുകൾ ചോദിക്കാറുണ്ട്. അത് വന്നില്ലല്ലോ, ഇത് വന്നില്ലല്ലോ, പിന്നെ വന്നല്ലേ, സഹാബത്ത് കൊണ്ടുവന്നല്ലേ. സഹാബത്ത് വെറുതെ അവരുടെ പോക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നല്ല, പണ്ടേ ഉള്ളതാണ്. അതിടക്ക് നിന്നു പോയാൽ പിന്നീട് ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ വീണ്ടും അത് പുനഃസ്ഥാപിക്കും. അങ്ങനെയാണ് തറാവീഹ് ഉണ്ടായത്. പിന്നെയും രാത്രി നിസ്കാരമൊക്കെ ആദ്യമേ ഉള്ളതാണ്. ഇമാമത്തായി നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേ ഉണ്ട്. അവിടുന്ന് നിസ്കരിച്ചിട്ടുണ്ട് പലപ്പോഴും. പിൽക്കാലത്ത് ഒരു ഇമാമിന്റെ കീഴിൽ എല്ലാവരെയും കൂട്ടി ആക്കി എന്നുള്ളത് അത് ആദ്യം ഉള്ളതാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, അത് വിശാലമായ വിഷയമാണ്. പറഞ്ഞു വന്നത്, ഇഖ്ലാസോടെ ഇത്തിബാഅോടെ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന നമ്മുടെ മുന്നിലേക്ക് വന്നു കിട്ടിയാൽ. 6ാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ ഈ പ്രവർത്തിച്ച പ്രവർത്തനം അത് പൊളിഞ്ഞു പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. സൽക്കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന തിന്മകൾ അത് ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ അവരെപ്പോഴും തങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതിനെ തൊട്ട് ബേജാറിലായിരിക്കും. ചരിത്രത്തിൽ മഹാനായ സഹാബി സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ സൂറത്തുൽ ഹുജറാത്തിലെ 2ാമത്തെ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ പള്ളിയിലേക്ക് വരാതായി. എന്താണ് ആയത്ത്? അള്ളാഹു പറഞ്ഞു, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തരുത്. അവിടുത്തെ അരികിൽ വെച്ച് നിങ്ങൾ പരസ്പരം ഒച്ചയിട്ട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകും. സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നല്ല ശബ്ദമുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ കാണാതായി, പള്ളിയിൽ വരാതായി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു, ആളെ വിട്ടു. പോയപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം പള്ളിയിൽ വരാത്തത് എന്ന കാരണം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ എൻ്റെ ശബ്ദം ഉയർന്നുപോയി, അതുകൊണ്ട് എൻ്റെ അമല് പൊളിഞ്ഞുപോയി, ഞാനിതാ നരകക്കാരനായിപ്പോയി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കില്ല. വിവരം വന്ന് കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആളോട് പറഞ്ഞു, ഇദ്ഹബ് ഇലൈഹി ഫഖുൽ ലഹു,
അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോവുക. എന്നിട്ട് അദ്ദേഹത്തോട് താങ്കൾ പറയുക, ഇന്നക ലസ്ത മിൻ അഹ്ലിന്നാർ, തീർച്ചയായും താങ്കൾ നരകക്കാരിൽപ്പെട്ട ആളല്ല, വലാകിൻ മിൻ അഹ്ലിൽ ജന്ന, താങ്കൾ സ്വർഗക്കാരിൽപ്പെട്ട ആളാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ, ഒരായത്ത് അള്ളാഹു അവതരിപ്പിച്ചു, ശബ്ദം ഉയർത്തരുത് എന്ന്. അദ്ദേഹത്തിൻ്റെ ശബ്ദം കുറച്ച് ഉയർന്ന ശബ്ദമാണ്. അമലുകൾ പൊളിഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹം വീട്ടിനുള്ളിൽ അടങ്ങിയിരിക്കാൻ, പേടിച്ചിട്ടിരിക്കാൻ. ഇതാണ് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ. അവർ അമലുകൾ പൊളിഞ്ഞു പോകുന്നതിനെ തൊട്ട് ബേജാറിലായിരുന്നു. നമുക്കതില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് ആ പേടിയില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഇത്രയും നേരം കേട്ടതിൽ പലതിലും വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലതിലും പറയുന്ന ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കിയാൽ അതിലൊക്കെ വീഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ പേടിയില്ലാത്തത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ കുറിച്ച് പറഞ്ഞു. അവർ തിഹാമ പർവ്വതം, വലിയ പർവ്വത സമാനമായ സൽക്കർമ്മങ്ങളുമായി പരലോകത്തേക്ക് വരും. പക്ഷെ അള്ളാഹു അവരുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാക്കി കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളെപ്പോലെയാണവർ, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ്. അവർ രാത്രി നിസ്കരിക്കുക വരെ ചെയ്യും. പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ് ഇൻതഹകൂഹ, അവർ തനിച്ചാകുമ്പോൾ അള്ളാഹു ഹറാമാക്കിയ വല്ലതും അവരുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഭേദിച്ചു കിടക്കും. അഥവാ ഒറ്റക്ക് അവർ ഹറാമിൽ ഏർപ്പെടും. അതു കാരണത്താൽ പരലോകത്ത് അവരുടെ കർമ്മങ്ങൾ അള്ളാഹു നിഷ്ഫലമാക്കി കളയും. സഹാബികൾ ഇത് കേട്ടപ്പോൾ പേടിച്ചിട്ട് അവരെക്കുറിച്ച് പറഞ്ഞുതരാൻ പറയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ അമലുകൾ പൊളിഞ്ഞു പോകുമോ എന്നത് നമ്മൾ പേടിക്കണം. അങ്ങനെ പൊളിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മുഅ്മിനീങ്ങളുടെ അടയാളമാണത്. സൽക്കർമ്മങ്ങൾ ചെയ്യും, പേടിയുണ്ടാവും. കാരണം നമ്മുടെ തിന്മകളാണ് നമ്മുടെ കർമ്മങ്ങൾ പൊളിച്ചു കളയാൻ കാരണമായി തീരുക. ശിർക്ക് മുതൽ ഇങ്ങോട്ട് ഓരോന്നും പാപങ്ങൾ പറഞ്ഞില്ല, ഈ ഹദീസിൽ വന്നതുപോലെ ഒറ്റക്കായാൽ ഹറാമിൽ ഏർപ്പെടുക എന്നത് അമലുകൾ പൊളിഞ്ഞു പോകും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോവാൻ കാരണമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് സഹോദരങ്ങളെ എല്ലാവരും പേടിക്കണം. തിന്മകൾ, പാപങ്ങൾ നമ്മുടെ കർമ്മങ്ങളെ പൊളിച്ചു കളയും. അതുകൊണ്ടാണ് മുഅ്മിനീകൾ പേടിച്ചത്. അള്ളാഹു പറഞ്ഞില്ലേ, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് ഉറക്കും. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടതാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. ആരെക്കുറിച്ചാണിത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി. ഈ പേടിച്ചു വിറക്കുന്ന ആളുകൾ അവർ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നവരാണോ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ല, വലാകിന്നഹു റജുൽ യസൂമു വയതസദ്ദഖു വയുസല്ലി, നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സകാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. വഹുവ യഖാഫു അല്ലാ യുതഖബ്ബല മിൻഹു, അതോടൊപ്പം അവർ പേടിക്കും അള്ളാഹു എങ്ങാനും ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കുമോ എന്നത് പേടിയുള്ളവരായിരിക്കും അവർ. സഹോദരങ്ങളെ, സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണത്. നമുക്കത് ഉണ്ടാവണം. ഏത് സൽക്കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും അത് പൊളിഞ്ഞു പോവോ എന്നുള്ളത് പേടി നമുക്കുണ്ടാവണം. പ്രതീക്ഷയും ഭയവും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകണം. തിന്മകളും നിർഭയത്വവുമായി പോകരുത്. ഒരു ഭാഗത്ത് തിന്മകൾ ചെയ്തു കൂട്ടുക, എന്നിട്ട് നമ്മൾ നിർഭയരായി ജീവിക്കുക. ഞാനൊക്കെ സ്വർഗത്തിൽ പോവാതെ പിന്നെ ഇവിടെ ആരാ പോവാനുള്ളത് എന്നായിരിക്കും പലപ്പോഴും നമ്മുടെ ചിന്തയിലുണ്ടാവുക. അങ്ങനെയല്ല, നമ്മൾ പേടിക്കണം. അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. പേടിക്കുക എന്നുള്ളത് ഒരിക്കലും ന്യൂനതയല്ല, സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബി മുലൈക റഹിമഹുല്ലാ താബിഈയാണ് അദ്ദേഹം പറഞ്ഞു, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 30ഓളം വരുന്ന സഹാബികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, അവരെല്ലാവരും തങ്ങളുടെ സ്വന്തത്തിൽ നിഫാഖിനെ പേടിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, നിഫാഖ് ഭയപ്പെട്ടിരുന്നു അവർ. എന്തിനാണ് അവർ ഭയപ്പെടേണ്ട ആവശ്യമുള്ളത്?
സ്വഹാബികളാണ് അവർ. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് ഖുർആനിൽ അവരടക്കം അത് പാരായണം ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവർ പേടിച്ചു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പേടിക്കണം. നമ്മുടെ അമലുകൾ പൊളിച്ചു കളയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പൊളിഞ്ഞു പോവാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് നിർബന്ധമാണ്. തിന്മ എന്ന് പറയുമ്പോൾ വലിയ കുറ്റമൊന്നും ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വാക്കുകളായിരിക്കാം, നോട്ടങ്ങളായിരിക്കാം, പ്രവൃത്തികളായിരിക്കാം, ഇടപാടുകളായിരിക്കാം. ഏതും ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ സൽക്കർമ്മങ്ങളെ പൊളിച്ചു കളയാൻ കാരണമായി തീരും. ഏഴാമത്തെ കാര്യം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. അസ്സബാതു അലൈഹി, നമ്മൾ പഠിച്ച, നമ്മൾ സ്നേഹം കാണിച്ച, ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച, എന്നിട്ട് ചെയ്യുമ്പോൾ ഇഖ്ലാസും ഇത്തിബാഉം ഒരുമിച്ച് ചേർത്ത, അത് പൊളിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ മരണം വരെ ഉറച്ചു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മരിക്കുന്നത് വരെ, ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ കുറച്ച് നാളുകൾക്കോ വേണ്ടിയല്ല. പലപ്പോഴും ആളുകൾ ഒരു സീസണിൽ നന്നാവും, നോമ്പിന് 1 മാസം നന്നാവും, ഭയങ്കര എനർജി ആയിരിക്കും. നോമ്പ് കഴിഞ്ഞാലോ എല്ലാം കെട്ടിപ്പൂട്ടി അവിടെ വെക്കും, പിന്നെ അടുത്ത മാസം കാണണം. അങ്ങനെയല്ല, ഇത് തുടർന്നു പോകണം. മരിക്കുന്നത് വരെ ഇതിൽ ഉറച്ചു നിൽക്കുക എന്നത് സഹോദരങ്ങളെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് സുഫിയാൻ ഇബ്നു അബ്ദില്ല അസ്സഖഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു ഗൈറക്. നബിയെ, ഇസ്ലാമിലെ ഒരു വാക്ക് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. താങ്കൾ അത് പറഞ്ഞാൽ പിന്നെ വേറൊരാളോടും എനിക്ക് ചോദിക്കേണ്ടി വരരുത്. അങ്ങനെയുള്ള ആശയ സമ്പുഷ്ടമായ ഒരു വാക്ക് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അവിടുന്ന് പറഞ്ഞു, ഖുൽ, നീ പറയുക, ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. അതിൻ്റെ ഈമാൻ ശരിയാക്കാൻ പറഞ്ഞു. സുമ്മസ്തഖിം, എന്നിട്ട് ഇസ്തിഖാമത്ത് കൈക്കൊള്ളാൻ പറഞ്ഞു. എന്താണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? മരിക്കുന്നത് വരെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുക. എപ്പോഴാണ് മരിക്കാന്നറിയോ? അറിയില്ല. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. എപ്പോഴാണ് മരണം വന്നെത്തുക എന്ന് ഒരാൾക്കും അറിയുകയില്ല. കുറേ കാലമുണ്ടെന്ന് നമ്മളാരും പ്രതീക്ഷിക്കേണ്ടതില്ല. മരണമെന്നത് അതിനാരോഗ്യമോ രോഗമോ ഒന്നും ഒരു മാനദണ്ഡമേ അല്ല. സമയം വന്നെത്തിയാൽ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു പോവേണ്ടവരാണ്. ആ പോകുന്ന സമയത്ത് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം നമ്മൾ. അതാണ് സബാത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹു നമ്മൾ ഉറപ്പിച്ചു നിർത്തും. നമ്മൾ അതിനർഹരാണെങ്കിൽ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അള്ളാഹു പറഞ്ഞില്ലേ, ഈമാനുള്ള ആളുകളെ ഇഹലോകത്തും പരലോകത്തും സുസ്ഥിരമായ വാക്കുകൊണ്ട് നാം ഉറപ്പിച്ചു നിർത്തും. അഥവാ മരണസമയത്ത് അവരുടെ കാല് ഇടറിപ്പോവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും. എങ്ങനെയാണെങ്കിൽ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിതത്തിലുടനീളം അത് മുറുകെ പിടിച്ചാൽ മരിക്കാൻ പറ്റും. അങ്ങനെ തന്നെ മരിക്കാൻ പറ്റും. എങ്ങനെയാണോ ഒരാൾ ജീവിച്ചത് അങ്ങനെ മാത്രമേ ഒരാൾ മരിക്കുകയുള്ളൂ. എങ്ങനെയാണോ ഒരാൾ മരിച്ചത് അങ്ങനെ മാത്രമേ അയാൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് എത്തുകയുള്ളൂ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ സബാത്ത് പറഞ്ഞത്, ഇസ്തിഖാമത്ത് പറഞ്ഞത്, ഉറച്ചു നിൽക്കാൻ പറഞ്ഞത്. എങ്കിൽ മാത്രമേ അതിലായി മരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവസാനം കാലിടറിപ്പോകും. ഒരുപാട് ആളുകളുടെ കാലുകൾ ആ സമയത്ത് ഇടറിപ്പോയിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ അന്ത്യം മോശമായി പോയ ആളുകളെ കുറിച്ച് എണ്ണി പറയുന്നുണ്ട്. മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കാതെ മറ്റു പല വാക്കുകളും അവർ പറയുന്നുണ്ട്. എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. വേറെന്തൊക്കെയോ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പറയാൻ എളുപ്പമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം ജീവിതം അതിനെതിരായിരുന്നു. അതുകൊണ്ട് മരിക്കുന്നത് വരെ ഉറച്ചു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ മരണസമയത്ത് അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. ഖബറിലെത്തിക്കഴിഞ്ഞാൽ ചോദ്യോത്തര വേളയിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഉറപ്പിച്ചു നിർത്തും. ഹിഫ്ളാക്കിയിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല.
പറയാൻ പറ്റണമെങ്കിൽ ജീവിതത്തിൽ ഇതുണ്ടായിരിക്കണം. മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മുടെ റബ്ബ് അല്ലാഹു ആയിരിക്കണം. നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കപ്പെട്ടാൽ ഇസ്ലാമാണെന്ന് പറയണമെങ്കിൽ ദുനിയാവിൽ നമ്മുടെ ദീൻ ഇസ്ലാമായിരിക്കണം. അതിന് വിപരീതമായ ഏതാശയം വെച്ച് നടന്നാലും പറയാൻ പറ്റില്ല. നിന്റെ റസൂലിൻ്റെ നബി ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ വേഷത്തിലും നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ സ്വഭാവത്തിലും എല്ലാ അർത്ഥത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കണം. അതാണ് സഹോദരങ്ങളെ അവസാനത്തെ കാര്യം, ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 7 കാര്യങ്ങൾ സഹോദരങ്ങളെ അള്ളാഹു ഒരു കൽപ്പന നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് നാം പാലിക്കേണ്ട നിർബന്ധമായ ബാധ്യതകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈ പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെയാണ് 7 കാര്യങ്ങൾ എന്ന് പറഞ്ഞു നോക്കി. ഒന്നാമത്തെ എന്താ? അൽ ഇൽമു, പഠിക്കാന്നുള്ളതാണ്. രണ്ടാമത്തതോ മഹബത്ത്, അതിനോട് ഇഷ്ടം ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം. മൂന്നാമത്തോ അത് ചെയ്യുമെന്ന് നിശ്ചയദാർഢ്യം, മനസ്സിൽ ഉറപ്പുണ്ടായിരിക്കണം. നാലാമത്തതോ അത് ചെയ്യണം. അഞ്ചാമത്തത് അത് ചെയ്യുമ്പോൾ ഇഖ്ലാസും ഇത്തിബാഉം ശ്രദ്ധിക്കണം. ആറാമത്തത് അത് പൊളിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏഴാമത്തത് അതിൽ ഉറച്ചു നിൽക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ ദീന് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹു തആല അഅ്ലാ വ അഅ്ലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.